ഇത് ദുബായിൽ ഞാനുണ്ടായ ബലൂണിൽ ചെയ്ത തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ചെയ്ത വർക്കായിരുന്നു അത്. ഇത് ഫുജൈറ രാജാവിൻ്റെ ചിത്രമാണ്. മാർബിൾ പീസുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 14 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ പീസ് ഉപയോഗിച്ചിട്ട് ഫുജൈറ രാജാവിൻ്റെ ഒരു ചിത്രം ഫുജൈറയിൽ തന്നെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ മാസ്ക് കൊറോണ സമയത്ത് ചെയ്തതാണ്. മാസ്ക് നമ്മൾ വെക്കുന്ന പലതരം വിവിധ കളറുകളിലുള്ള മാസ്കുകൾ നിരത്തി വെച്ചിട്ട് അമിതാഭ് ബച്ചൻ്റെ ഒരു ചിത്രം. നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ, കുറച്ച് സൗണ്ട് ഇട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വർണത്തിലൊരു വർക്ക് ചെയ്യുന്നത്. അബ്ദുൽ കലാം സാറിൻ്റെ ഒരു സ്വർണത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഏതാണ്ടൊരു 30 കിലോ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. പൂക്കൾ 60 അടിയോളം വലുപ്പുണ്ട് ഇതിന്. നമ്മൾ പല നിറങ്ങളുള്ള ഓണത്തിന്, ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു ഓണത്തിനാണ് ഇത് ചെയ്തത്. വിവിധ നിറങ്ങളിലുള്ള 1 ടൺ വരുന്ന പൂക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് കണ്ണൂരാണ് ചെയ്തത്. കണ്ണൂരായതുകൊണ്ട് തെയ്യത്തിൻ്റെ ഒരു ചിത്രം ബിസ്ക്കറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ചിത്രം ലേഡീസ് ഐറ്റംസുകളൊക്കെ വെച്ചുകൊണ്ട് കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ചിത്രം. നമ്മൾ സ്പോർട്സ് ഗുഡ്സ്, സ്പോർട്സ് ഐറ്റംസുകൾ, ജേഴ്സി, ഷൂസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു 3D ചിത്രമാണ്. ഇതൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ആ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവും. വെള്ളത്തിന് മുകളിൽ ചെയ്തൊരു ചിത്രമാണ് കമലഹാസൻ്റെ ഒരു ചിത്രം. മൂന്നാറിൽ നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഫോം ഷീറ്റുകൾ, കുട്ടികൾക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫോം ഷീറ്റുകൾ നിരത്തി സ്റ്റാപ്ലയർ അടിച്ച് ഒരു 50 അടി വലുപ്പത്തിലാക്കിയിട്ട് ചെയ്തൊരു ചിത്രമാണ്. അതിങ്ങനെ ഫ്ലോട്ടിംഗ് ആണ്. ഇത് തമിഴ്നാട്ടിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. പൂർവിക മൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഓണർ, അയാളുടെ ചിത്രം ഭാര്യ ഒരു സമ്മാനമായിട്ട് ഉണ്ടാക്കി കൊടുത്ത 100 അടി വലുപ്പമുണ്ട് ഇതിന്. ഏതാണ്ട് 25,000 പൂക്കൾ, ചെടികൾ ഉപയോഗിച്ചിട്ട്. ഇതെൻ്റെ സ്കൂളിന് വേണ്ടി ഞാൻ ചെയ്തൊരു വർക്കാണ്. കുറേ ബോർഡുകൾ പിടിച്ച് 1200 കുട്ടികളെ ഗ്രൗണ്ടിൽ നിർത്തി ഓരോ 2 അടി വലുപ്പത്തിലുള്ള ബോർഡുകൾ പിടിച്ചുകൊണ്ട് അവരത് മേലോട്ട് പൊക്കി കാണിക്കുമ്പോൾ ഗാന്ധിജിയുടെ ചിത്രമായി മാറും. അതാണ് ഈ ബോർഡുകൾ തന്നെ അവർ തിരിച്ച് താഴേക്ക് വരുത്തി മറിച്ച് പിടിച്ച് പിന്നെയും പൊക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേരവിടെ 100 വർഷം എത്തിയ സ്കൂളിൻ്റെ പേരവിടെ കാണാം. ഇത്തരത്തിൽ സൗദിയിലും ഇങ്ങനത്തെ ഒരു സൗദി പൗരന്മാരെ കൊണ്ടും ഇത്തരത്തിലൊരു വർക്ക് ഞാൻ അവിടെ സൗദിയിൽ നാഷണൽ ഡേക്ക് ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരെ ഇതാണ് വെള്ളത്തിനടിയിൽ പോയിട്ടുള്ളൊരു ചെയ്തിട്ടുള്ള വർക്ക്. നമ്മൾ ഓൺ എയറിൽ ചെയ്യുന്ന പോലെ എളുപ്പമല്ല. വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു പെയിൻറ്റിങ് അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽസ്, പല നിറങ്ങളിലുള്ള ടൈൽസുകൾ നിരത്തി വെച്ചിട്ടാണ്, പല കളറിലുള്ള ടൈൽസുകൾ നിരത്തി വെച്ചിട്ടാണ് നമ്മളൊരു 50 അടി വലിപ്പമുള്ളൊരു വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിൽ 6 അടി താഴ്ചയിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ അടിത്തട്ടിൽ ഒരു ദിവസത്തോളം മുങ്ങിക്കിടന്ന് ചെയ്തൊരു വർക്കാണ്. ആ വർക്കിന് ഇന്ത്യൻ ആർമിയുടെ വെങ്കല മെഡൽ എനിക്ക് തന്നു. അവർ പട്ടാളക്കാർക്ക് കൊടുക്കുന്നൊരു സാധനമാണ്. നമ്മുടെ ഈ ഒരു വർക്കിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഈ വെള്ളത്തിനടിയിൽ പോയിട്ടൊരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു വർക്കാണ്. നമ്മൾക്ക് സ്കൂബ ഡൈവിങ് പഠിക്കാതെ നമുക്കിങ്ങനെ പോയി ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി പഠിക്കണം. അപ്പോൾ ഈ കമലഹാസൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു യൂട്യൂബേഴ്സിൽ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വെള്ളത്തിന് മുകളിലല്ലേ നിങ്ങൾ ചെയ്തത്, വെള്ളത്തിനടിയിൽ പോയിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം റെഡി ആയിരിക്കും, ഞാൻ വരാം. നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നത്. നമ്മൾ
ഇതിനായിട്ട് ഒരാഴ്ചയോളം ഞാൻ സ്കൂബ ഡൈവിങ് പഠിക്കേണ്ടി വന്നു. കാരണം ഓൺ എയറിൽ ചെയ്യുന്ന പോലെ എളുപ്പമല്ല. നമ്മൾ ടൈൽസും കൊണ്ട്, ഒരടി ടൈൽസും കൊണ്ട് വെള്ളത്തിനടി പോകുമ്പോൾ 2 അടി ടൈൽസായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ കണ്ണുകളൊരു ലെൻസ് പോലെ പ്രവർത്തിക്കും. നമ്മുടെ ബ്രീത്തിങ് കൺട്രോളും ബോയൻസി കൺട്രോളിങ് ഒക്കെ നമ്മൾ പ്രാപ്തമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വെള്ളത്തിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം മുങ്ങിക്കിടന്ന ഞാൻ 3/4 മണിക്കൂറോളം അവിടെ കിടന്ന് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ പൊങ്ങി വന്നിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും പോയി ഒരു ദിവസം മുഴുവൻ അങ്ങനെ ചെയ്ത് തീർത്ത ഒരു വർക്കാണത്. അതെനിക്ക് ഒരു ആർജവം കിട്ടിയതെന്ന് പറയുന്നത് എനിക്ക് ദുബായിൽ നിന്നാണ്. ഞാൻ ദുബായിൽ 2 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. അവിടെ വേൾഡ് ആർട്ട് എന്ന് പറയുന്ന വലിയൊരു എക്സിബിഷനുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് അത് നടക്കുന്നത്. ആ എക്സിബിഷന് ഒരു ലേഡി, ഒരു പെൺകുട്ടി അവിടെ ഒരു ഇതുപോലെ വീഡിയോ കാണിച്ചുകൊണ്ട് പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. ഇംഗ്ലീഷുകാരി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറയുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു ക്യാൻവാസ് സ്വിമ്മിംഗ് പൂളിൻ്റെ കടലിൻ്റെ അടിയിലാണ്, സ്വിമ്മിംഗ് പൂളല്ല കടലിനടിയിൽ പോയിട്ട് ക്യാൻവാസ് കൊണ്ടുവച്ചിട്ട് എന്തോ ഓയിൽ പെയിൻറ്റ് പോലുള്ളൊരു പെയിൻ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ചെറിയ ചിത്രം അത്രയാണ് അവർ ചെയ്യുന്നത് കണ്ടത്. പക്ഷെ അതൊരു പ്രചോദനമായിരുന്നു എനിക്ക്. അത് ചെയ്യാൻ കഴിയും, വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രചോദനമായിരുന്നു. ഞാൻ ചെയ്തത് 50 അടി വലുപ്പത്തിലുള്ള, അത് ലോകത്താരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 100 മീഡിയങ്ങൾ പോലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ പരിശ്രമം കൊണ്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവർക്കും അതുപോലുള്ള ഓരോ ടാലൻറ്റുകൾ ഉണ്ടാവും. ഇപ്പം AI വരുന്ന കാലഘട്ടം വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ എന്താ പറയുക, തലയിലുള്ള കുറേ ഐഡിയാസ് നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയും സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇനി ഞാൻ കൂടുതൽ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. കുറേ വീഡിയോസ് ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത സമയമില്ലാത്തത് കൊണ്ടാണ്.